ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും ഞാൻ എങ്ങോട്ടോ പൊക്കോണ്ടിരിക്കുകയാണ്. യെസ്, ഞാൻ തൃശ്ശൂർ പൊക്കോണ്ടിരിക്കുകയാണ്. എന്താ ആകാശ് തൃശ്ശൂര് ഒരു സ്പെഷ്യൽ പരിപാടിക്ക്. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇവന്റ് ആണ്. ഒരു ബൊട്ടീക്കിന്റെ ഇനോഗ്രേഷൻ ആണ്. എൻ്റെ ക്ലോസ് ആയിട്ടുള്ള 2 ഫ്രണ്ട്സിന്റെ ബൊട്ടീക്കാണത്. ഐശ്വര്യയുടെ അഖിലിന്റെ. ശരിക്കും കഷ്ടപ്പെട്ട് വളർന്നു വന്നവരാണ് അവര്. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മള് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു. പല രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവര് പലതവണ അത് വേണ്ടാന്ന് വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു നിനക്കുണ്ടായിട്ടില്ല അങ്ങനത്തെ? ഐ നോ, ഈവൻ നിനക്കും അങ്ങനെ തോന്നിയിട്ടില്ലേ? തീർച്ചയായും. പക്ഷെ ആ ഒരു എന്താ പറയാ, നമ്മുടെ ഡ്രീമിലേക്കുള്ള ഡ്രൈവും നമ്മുടെ ഹോപ്പൊട്ടും വിടാതെ നമ്മൾ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത്, അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ ലാസ്റ്റ് ടൈം അവരെ മീറ്റ് ചെയ്തപ്പോഴും അവർ ഇതിനെ പറ്റി സംസാരിച്ചു. അവർക്ക് ഇങ്ങനത്തെ ഒരു ഡ്രീം ഉണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോഴാണെങ്കിലും ഞാൻ അവരെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിരുന്നു. നിങ്ങൾ ഈ ഡ്രീം വിടരുത്, നിങ്ങളിത് മനസ്സിൽ എപ്പോഴും കൊണ്ട് നടക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും അവർ ഭയങ്കര ഹോപ്പ്ലെസ് ആയിരുന്നു. പക്ഷേ ഒരു പോയിന്റിൽ ദേ ജസ്റ്റ് ഇറങ്ങിത്തിരിക്കുമായിരുന്നു. ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച് അവരത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴത്തെ അതിൻ്റെ ഇനോഗ്രേഷൻ ആണ്. അവരെ അത്രയും ക്ലോസ് ആയിട്ട് എന്നെ കണ്ടതുകൊണ്ട് തന്നെ എന്നെ അതിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് സോ പ്രൗഡ് ഓഫ് ദം. പിന്നെ ഞങ്ങൾ ബൊട്ടീക്കിലേക്ക് എത്താറായിരിക്കുകയാണ്. വി ആർ സോ എക്സൈറ്റഡ് അല്ലേ? യെസ് അല്ലേ? അവന് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. കറക്റ്റ് ടൈമിൽ അവന് ഞങ്ങൾ എത്തിക്കണം. അതിന്റെ ടെൻഷനാണ് അവനുള്ളത്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മള് കട്ടിംഗ് സെറമണിക്ക് അടക്കാണ് കേട്ടോ. ഒക്കെ കഴിഞ്ഞു. ഒരു സ്ഥലത്ത് പോയി നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ലഞ്ച് ടൈം ആയിരിക്കാണ്. സോ നല്ല വിശപ്പുണ്ട്. വിശക്കുന്നേ അവിടുത്തെ വിശപ്പിന്റെ വില വന്നു തുടങ്ങി. ഞങ്ങൾ എങ്ങോട്ടേക്കാടാ പോന്നെ? ഞങ്ങളുടെ പോടാ ബിരിയാണി കഴിക്കാടാ. ബിരിയാണി ഗൈസ്, നമ്മൾ പാരഗണിൽ കേറിയില്ല ഗൈസ്. നമ്മൾ വേറെ റെസ്റ്റോറന്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്ക് അങ്കമാലി ഏരിയയിൽ നിങ്ങൾക്ക് അറിയാവുന്ന നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. പാരഗൺ കഴിഞ്ഞത് മാത്രം ഓർമ്മയുള്ളൂ. നെടുമ്പാശ്ശേരി എത്തി, ചങ്ങനാശ്ശേരി കയറി, ഓർഡർ ചെയ്ത് പാതി എത്തിയപ്പോഴാണ് ഓർമ്മ. എന്താ മിസ്സിംഗ് ഉണ്ടല്ലോ. പതിവ് പോലെ ഫുഡ് കഴിക്കുന്ന ഷോട്ടെടുക്കാൻ മറന്നു. എന്നാലും പാതി വെച്ച് ഓർത്തിട്ടുണ്ട്. അതെ, തിന്ന് കഴിഞ്ഞപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ട്. 2 ബിരിയാണി, പിന്നെ ഒരു ചപ്പാത്തി, പിന്നെ ഒരു പൊറോട്ട, ഇളനീര് കാഷ്യൂ സ്റ്റൂ. അതിന് വാതുറക്കാൻ പറ്റും. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി. ഇനിയിപ്പൊ നേരെ വീട്ടിലേക്ക് പോവാണ്. അയ്യോ, അങ്ങനെ ഞങ്ങൾ ആലുവ കഴിഞ്ഞിരിക്കുന്നു. ആലുവയിലെ പ്രധാന ഫുഡ് സ്പോട്ട്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ ഫുഡ് സ്പോട്ട്സ് നോക്കി അവിടെ പോയി ഫുഡ് കഴിച്ച് റിവ്യൂ ഇടുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ വ്ലോഗും കാര്യങ്ങളും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ യൂട്യൂബ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുകൂടെ പറയുക. ഞങ്ങൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെ ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യുകയാണ്. നല്ലൊരു ഇനോഗ്രേഷൻ കഴിഞ്ഞു. അതേപോലെ തന്നെ ഫുഡ് കഴിച്ചു.
ആൻഡ് നല്ലൊരു ഡ്രൈവും, ഇനി ഒന്ന് പോയി കിടന്നാ മതി, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ എടപ്പള്ളി എത്തി, ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഓക്കെ, ബൈ ഗൈസ്. ഹായ് ഗൈസ്, നമ്മളിതാ അതേ നൈറ്റ് മൂവി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാനുണ്ട്, ആകാശ്, പിന്നെ ആരുണ്ട്, അപ്പൊ ഞങ്ങൾ മൂവി കണ്ടിട്ട് വരാം. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ സിനിമ കണ്ടിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഏതാ സിനിമയെന്ന് താഴെ ഗസ് ചെയ്യുക. ഗുഡ് നൈറ്റ്. നമ്മൾ നമ്മുടെ ഷൂട്ടിന് വേണ്ടി സാരി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. റോമയുണ്ട്, അകത്താരുണ്ട്, ഇന്ദു ചേച്ചിയുണ്ട്. യെസ്, നമ്മൾ വിനായികയിലാണ് വന്നിരിക്കുന്നത്. ലെറ്റ്സ് സീ ദി കളക്ഷൻ. വിനായകയിൽ കയറി സാരി മാത്രമല്ല, സാരി, ചുരിദാർ, ബ്ലൗസ് പീസ്, കമ്മൽ, മാല മുതലായ എല്ലാം വാങ്ങിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ടും എടാന്ന് പറഞ്ഞിട്ട് ഇന്ദു ചേച്ചി ഇതേ തുടങ്ങി. കൊള്ളാം, സൂപ്പർ. ഇന്ദു ചേച്ചിക്ക് മഞ്ഞയും പച്ചയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ക്യാഷ് പേയ്മെന്റ് നടത്തുന്ന റോഷൻ ചേച്ചി, റോമ ഓൾ സെറ്റ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കിക്ക് ബോക്സിംഗ് ക്ലാസ്സിൽ പോയി. ഒരു ബ്രേക്ക് കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ടുള്ള കിക്സും പഞ്ചസും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവനൊരു പുതിയ ബൈക്ക് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ താഴേക്ക് അത് കാണാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയത്. അങ്ങനെ ഞങ്ങൾ താഴെ ചെന്നപ്പോൾ ഇതായിരുന്നു സാധനം. അങ്ങനെ ഞങ്ങൾ സെറ്റിലെത്തി. അവിടെയാണെങ്കിൽ ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. കുറേ നേരം ഞങ്ങൾ ഷൂട്ടൊക്കെ നോക്കി നിന്നു. പിന്നെ അവിടെ ട്രയൽ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ തലയൊക്കെ വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഷൂട്ടൊക്കെ നന്നായിട്ട് പോയി. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങി. എന്ത് പറയണ, സത്യം പറയണ കള്ളം പറയണ?
വെറുതെ പ്ലെയിൻ റൈസ് ആക്കിയാൽ പോകണമെന്നൊക്കെ. എന്തിനാ പോണേ എനിക്കറിയില്ല. ചോറ് വാങ്ങിക്കാൻ വന്നിട്ട് കയ്യിൽ എന്തൊക്കെയാ? ചമ്മന്തിപ്പൊടി ദോശയ്ക്കൊപ്പം കഴിക്കാൻ, മടക്ക് ചായക്കൊപ്പം കഴിക്കാൻ, ഞങ്ങൾ ഷോപ്പിംഗ് കഴിച്ചിരിക്കുകയാണ്. ലിപ്സ്റ്റിക് എടുക്കാതെ. അതെ, ലിപ്സ്റ്റിക് എടുക്കാൻ വന്ന ഞങ്ങൾ. ചമ്മന്തിപ്പൊടി, നെയ്ച്ചോറ്. ഹായ് പീപ്പിൾ, ഞങ്ങളിപ്പോൾ പോകുന്നത് മേത്തർ ബസാറിലേക്കാണ്. അവിടെ ക്രിസ്മസ് സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ലാസ്റ്റ് ടൈം പോയായിരുന്നു, അപ്പം അത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഫുൾ എൻജോയ് ചെയ്തിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പോയിട്ട് വരാം. പുറകിൽ ഒരാളുണ്ട് പനി പിടിച്ച്. സ്ഥിരം കുറ്റി ഇതേ ഇവിടെ ഉണ്ട്. ഓക്കേ. അങ്ങനെ ഞങ്ങൾ മേത്തർ ബസാറിൽ കയറി സ്റ്റാറൊക്കെ വാങ്ങിച്ചു. ഓ, എന്ത് തിരക്കായിരുന്നു! ആ തിരക്കിൽ പെട്ട് ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു. ഒന്നും നടന്നില്ല. ഫോട്ടോ എടുക്കാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. ഫോട്ടോ എടുത്തു. യെസ്, ഉള്ളത് കാണിച്ചു തരാം. ബൈ ബൈ. അപ്പോൾ ഇന്ന് ഉണ്ടമ്പൂരിയുടെ യാത്ര തീർന്നിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഉണ്ടമ്പൂരി ഞങ്ങൾക്ക് ബിരിയാണി മേടിച്ചു തരും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റഹ്മാനിയയിലാണ് കയറിയിരിക്കുന്നത്. എന്താ ഓർഡർ ചെയ്യാൻ പോകുന്നത്? ബിരിയാണി ആയിരിക്കും മോസ്റ്റ്ലി. ഓക്കെ, അപ്പം എന്തായാലും ഊണാ രാത്രിയാ. നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു, ഇവൻ ഷവായ ഓർഡർ ചെയ്തു, പിന്നെ കണ്ണൂർ കോക്ടെയിൽ ഓർഡർ ചെയ്തു. അപ്പൊ ഇനി ഫുഡ് വന്നിട്ട് കാണാം. ഓക്കെ, ബൈ. ഹലോ. ഫുഡ് കഴിയുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ റഹ്മാനിയിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഒരാള് ഷവായ കഴിച്ചു, ജ്യൂസി ഷവായ. ഞങ്ങൾ രണ്ടുപേരും ബിരിയാണി കഴിച്ചു. അതില് ഷവായയില് ജ്യൂസിയും കാണുന്നില്ല. പിന്നെന്താടാ ഷവായനെ പറ്റി നിനക്ക് പറയാനുള്ളത്? ഇങ്ങോട്ടൊന്ന് പറഞ്ഞേ. നല്ല വളരെ അങ്ങനെയായിരുന്നു റഹ്മാനെ. ആസ് യൂഷ്വൽ ബിരിയാണി അടിപൊളിയായിരുന്നു. ഞാനും ആകാശും നല്ല യമ്മി ആയിട്ട് കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കുന്നത് അവൻ യമ്മി ആയിട്ട് നോക്കിയിരുന്നിട്ടുണ്ട്. ഇന്ന് നമ്മളുടെ ഫോട്ടോഷൂട്ട് ഡേ ആണ്. മാലയൊക്കെ ചെരിഞ്ഞിരിക്കുന്നത് ഡേ. റോഷ്നി ചേച്ചിയുണ്ട്, നമ്മുടെ തായ്ലൻഡ് ടീമാണ് ഉള്ളത്. ഇന്ദു ചേച്ചിയുണ്ട്. യെസ്, അരുണാണ് ഫോട്ടോ എടുക്കുന്നത്. ആകാശും കൂടെയുണ്ട്. എവിടെ? ശ്രീനി സാറും എന്തോ അതിൻ്റെ അപ്പുറത്തുണ്ട്. ഹലോ. അപ്പം നമ്മൾ ഉണ്ടമ്പരി സ്റ്റോറീസ് ഒരു ഫോട്ടോഷൂട്ടായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതേതാടാ ബീച്ച്? ഇത് ചെല്ലാനം ബീച്ച്. ചെല്ലാനം ബീച്ചിലാണ്. അപ്പം ഞാനുണ്ട്, റോഷൻ ചേച്ചിയുണ്ട്, ഇന്ദു ചേച്ചിയുണ്ട്, ഇന്ദു ചേച്ചിയുടെ ഹസ്ബൻഡ് ശ്രീനി സാറുണ്ട്. ഇവനാണ് ഫോട്ടോഗ്രാഫർ. നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഒന്ന് കാണിച്ചു കൊടുത്തേ. ക്യൂട്ട്നെസ് ഓവർലോഡ്. വി ആർ ദ മോഡൽസ് വി ആർ ടു. ഫോട്ടോഗ്രാഫേഴ്സിനും കാറ്റ് വേണം. ഇപ്പൊ കാറ്റ് പോകും മിക്കവാറും. ഓക്കെ, ബൈ.
ഫ്രിഡ്ജിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, അംശാശ സംഭവിച്ചു. നീ എന്താണ് ഓർഡർ ചെയ്തേ? ഞാൻ ലൈമ് എന്ത് സാധനം. ഷൂട്ട് കഴിഞ്ഞു, ഷൂട്ട് സെറ്റായിരുന്നു. പക്ഷെ വിചാരിച്ചത്ര രീതിക്കായില്ല. എന്നാലും വിൽ ബി പിന്നിങ് ഡൗൺ ദ പിക്ചേഴ്സ്. ഇത് നമ്മുടെ ഹാൻഡ് ടോസ്റ്റ് പിസ്സയാണ്. ബീഫ് പിസ്സ കഴിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. നല്ല ബസ്സുണ്ട് ബസ്സിന്. പനിയാണ്, കളിയാക്കാതടാ. അയ്യോ എൻ്റെ എല്ലാ ബീഫും ഇളകിപ്പോയി. ചേട്ടാ ചൂടാണ്, കുറച്ച് കഴിയട്ടെ. ഓ കൊള്ളാം, ബീഫ് കൊള്ളാം. എന്നോട് ചോദിച്ചു ആരാണ് ആകാശ്, ആരാണ് ആകാശ്. ആകാശ് അനീറ്റ എൻ്റെ ഫ്രണ്ട്സ് ആണ്. അതിലെ അനീറ്റയും ആകാശിലെയും ആകാശാണ് ആകാശ്. അനീറ്റനെ നമ്മൾ അടുത്ത വ്ലോഗിൽ കാണിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്ന് ക്രിസ്മസ് പ്രമാണിച്ച് സ്റ്റാർ തൂക്കലാണ് നമ്മളുടെ അജണ്ട. ഇതാണ് സ്റ്റാർ. അടുത്തതായി നമ്മൾ അതിനാദ്യം പ്ലഗ്. അപ്പൊ ഇതാ നമ്മൾ നമ്മുടെ വീട്ടിലെ കഴിഞ്ഞു. നമ്മളുടെ 2024 തീരുമ്പോഴുള്ള ക്രിസ്മസിലേക്കുള്ള നക്ഷത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഉണ്ടംപുരി സ്റ്റോറീസിന്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. നമ്മൾ എവിടെ പോവാ? നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാ. നമ്മളൊന്ന് ലിറ്ററലി അടിച്ചു പൊളിക്കാൻ പോവാണ്. ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളൊരു ഫ്രണ്ടിന്റെ ഷോപ്പാണ്. ഷോപ്പാ ഫ്രണ്ടിന്റെ സ്റ്റുഡിയോ ആണ്. ബ്രേക്ക് ആൻഡ് ചിൽ എന്നാണ് പേര്. അപ്പൊ ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, ബൈ ഗൈസ്. ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം, ബ്രേക്ക് ആൻഡ് ചിൽ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റെഡിയായി. ഞാൻ ഇനി ഹെൽമെറ്റ് വെക്കണം. ആകാശുണ്ട്, അനീറ്റയുണ്ട്. ഹായ് ബൂബു. നോ പാഞ്ചോ. ഇന്ന് ചിരിയില്ല. ടുഡേ ഇറ്റ്സ് ഓൺലി റേജ്. ഒന്നോർത്തേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ക്യാൻഡിൽ ലൈറ്റ് കോൺസേർട്ട്. കോൾപ്ലേയുടെ മ്യൂസിക് സെഷൻ ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങളത് പോയി കണ്ടു. അതിനകത്തെ യെല്ലോ സോങ് ഒക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ഫേവറേറ്റ് ആണ്. ഞങ്ങളത് വെയിറ്റ് ചെയ്യുമായിരുന്നു അത് വരാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ക്രൗഡും. ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, ഹോൾ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളും ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം എപ്പോഴേലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്.
കാര്യമായിട്ട് വേറെ ഫംഗ്ഷനൊന്നും ഇല്ല, പക്ഷെ മെഹന്തി ഇടണം എന്നൊരാഗ്രഹം. ഇനിയിപ്പം ബാക്കി ഫുള്ളായി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ. അങ്ങനെ മെഹന്തി ബൈ അമ്പി അഥവാ അമ്പിളി ചേച്ചിയുടെ കഴിവുകളൊക്കെ നമ്മൾ പുറത്തെടുപ്പിച്ചിരിക്കുന്നു. ഈ കയ്യിൽ താമര, ഈ കയ്യിൽ മണ്ഡല ഡിസൈൻ. എങ്ങനെയുണ്ട്? താങ്ക് യു. ഹലോ. മാക്സിൽ പോയി അവിടെ കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് നമ്മൾ ദേ ഇവിടെ ഫാഷൻ ഫാക്ടറിയിൽ വന്ന് ഒരാൾക്ക് വേണ്ടിയിട്ട് കൈ നിറയെ ഗിഫ്റ്റുമായിട്ടാണ് ഇരിക്കുന്നത്. ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആൾ ആരാണെന്നും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മളൊരു സ്ഥലത്ത് പോകുന്നുണ്ട്, ആ സ്ഥലം എല്ലാം ഉടനെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പം ഓക്കെ, ബൈ. ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞു, സീ യു ഓൺ ദ നെക്സ്റ്റ് വ്ലോഗ്.